ശബരിമലയിലെ കേസ് മറ്റൊരു ട്വിസ്റ്റിലേക്ക് എത്തി നിൽക്കുകയാണ്. ഏതൊരു കേസും, അത് കൊലപാതകമാകട്ടെ, ബലാത്സംഗമാകട്ടെ, മോഷണമാകട്ടെ, ഇതുപോലുള്ള വിശ്വാസത്തെ ബാധിക്കുന്ന വിഷയങ്ങളാകട്ടെ, അത്തരം വിഷയങ്ങളെല്ലാം തന്നെ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോൾ അത് നിൽക്കും. അഥവാ നിന്നില്ലെങ്കിൽ അത് ഡൈവേർട്ട് ചെയ്യും. അത് രണ്ട് ഭാഗമായിട്ട് ആളുകൾ മാറും. സമൂഹം കൃത്യമായി രണ്ട് ഭാഗമായിട്ട് അങ്ങ് മാറും. ഈ രണ്ട് ഭാഗമാക്കി മാറ്റിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് മാധ്യമങ്ങളാണ്. കാരണം മാധ്യമങ്ങളാണല്ലോ പലപ്പോഴും അഭിപ്രായ രൂപീകരണം നടത്തുന്നതിലും ജനങ്ങളിൽ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് മാധ്യമങ്ങളാണ്. കാരണം അതൊരു വിവരം എന്നത് അറിവ് എന്നുള്ള നിലയിലാണ്. അറിവ് കൊടുക്കുന്നു, നിഷ്കാമ കർമ്മം പോലെ, ഒന്നും അറിയാത്തവരെ പോലെ അറിവ് കൊടുക്കുന്നു. ആ അറിവ് മനുഷ്യന്റെ തലയിൽ കയറിയിട്ട് മനുഷ്യന് ചിന്താക്കുഴപ്പം ഉണ്ടാക്കും. ഈ ചിന്താക്കുഴപ്പം ശബരിമലയിൽ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ശബരിമല വിഷയത്തിൽ വളരെ ഗൗരവതരമായ അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞ് എല്ലാ പൊളിറ്റിക്കൽ ലീഡർമാരെയും പിടിക്കണം എന്ന് പറഞ്ഞ് മന്ത്രിയെങ്കിൽ മന്ത്രി, കടകംപള്ളി സുരേന്ദ്രനായാലും, മുൻമന്ത്രി ആയാലും, ഇപ്പോഴത്തെ മന്ത്രി വാസവനായാലും, പ്രശാന്ത് ആയാലും, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, നേരത്തെ പ്രസിഡന്റ്, മുൻ പ്രസിഡന്റുമാർ, പത്മകുമാർ ആയാലും, വാസു ആയാലും, എല്ലാവരെയും പിടിക്കണമെന്ന് പറഞ്ഞ് ഹിന്ദുവിന്റെ ജിഹ്വ എന്ന് പറഞ്ഞ് ഇത് ഹിന്ദു ക്ഷേത്രം ഇതാ കൊണ്ടുപോകുന്നു, ഹിന്ദുക്കളെ തകർത്ത് കളഞ്ഞു, അതുകൊണ്ട് ഇത് പിടിച്ചേ കഴിയൂ എന്ന് പറഞ്ഞ് ആവേശം പൂണ്ട ചാനലുകളിലെ റിപ്പോർട്ടർമാരെല്ലാം തന്ത്രി രംഗത്ത് വന്നപ്പോൾ കളം മാറ്റി ചവിട്ടി. വളരെ രസകരമല്ലേ കേരളം? അപ്പൊ ഇപ്പൊ എന്താണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആളുകൾ കടകംപള്ളി സുരേന്ദ്രനെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെയും ഒക്കെ ന്യായീകരിക്കുന്നു. മന്ത്രിയിലേക്ക് എത്താതിരിക്കാനുള്ള ന്യായീകരണ ക്യാപ്സൂളുകൾ ഇറക്കുന്നു. ഇപ്പുറത്ത് തന്ത്രിയിലേക്ക് വന്നപ്പോൾ ഒരു വരേണ്യവർഗം തന്ത്രിയിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പണി നടത്തുന്നു. അതിൽ രാഹുൽ ഈശ്വറുണ്ട്, ശ്രീജിത്ത് പണിക്കരുണ്ട്, ഒരുപാട് ഹിന്ദു ചാനൽ എന്ന് പറഞ്ഞ് ഹിന്ദുക്കളെ സഹായിക്കാൻ നവോത്ഥാനം ഇപ്പം നടത്തിക്കളയും എന്ന് പറയുന്ന ഡിജിറ്റൽ ചാനലുകൾ അടക്കം തന്ത്രിയുടെ അടുത്തെത്തിയപ്പോൾ കഥ മാറി. ഇതിലൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞിട്ട് ഞാനിങ്ങ് വരാം. യാതൊരു ബന്ധമില്ലെങ്കിലും ഒരു ഉദാഹരണത്തിന് വേണ്ടി ഉദാഹരണം. രാഹുൽ മാങ്കൂട്ടത്തിനെ രാജിവെക്കണമെന്ന് പറയുമ്പോൾ അപ്പുറത്തുള്ള മുകേഷും രാജിവെക്കണം എന്ന് പറഞ്ഞ് മുകേഷ് രാജിവെച്ചില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തും രാജിവെക്കണ്ട എന്ന് പറഞ്ഞ് സെറ്റാക്കുന്ന ഒരു കേരളമുണ്ട്. ഇതുപോലാണ് വിഷയം. ശബരിമല അയ്യപ്പന്റെ കാര്യത്തിൽ തന്ത്രിയും മന്ത്രിയും തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അകത്താകണം എന്ന് പറയുന്നിടത്തുനിന്ന് മാറി ചേരി തിരിഞ്ഞ് കുറ്റം പറയുന്ന ഒരു രീതി ഇപ്പോൾ കണ്ടുവരുന്നു. ഇതിൽ ഈ ചേരിതിരിവിൽ രക്ഷപ്പെടുന്നത് യഥാർത്ഥ കള്ളന്മാരാണ്. അത് തന്ത്രിയായാലും മന്ത്രിയായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയാലും ഇത് കട്ടവർ ആരായാലും ആ കേസിനെ ദുർബലപ്പെടുത്തും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ ചാനലുകളിലും നടക്കുന്ന ഒരു ചർച്ച, മന്ത്രിയാണോ തെറ്റ് ചെയ്തത്, തന്ത്രിയാണോ തെറ്റ് ചെയ്തത്, എല്ലാം കൂടി തന്ത്രിയുടെ മണ്ടയിൽ വെക്കുന്നത് എന്തെന്ന് തന്ത്രി അനുകൂല ഹൈന്ദവ ഫോൾഡറുകൾ, എല്ലാം കൊണ്ട് മന്ത്രിയിൽ വയ്ക്കുന്നത് എന്തിനെന്ന് ഇടതുപക്ഷ അനുകൂല ഫോൾഡറുകൾ. ഈ രണ്ടു പക്ഷക്കാരോടും അവർക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുന്നവരോടും അവർക്ക് വേണ്ടി വലിയ ആവേശപ്പെടുന്ന വരേണ്യവർഗത്തോടും പറയാനുള്ളത്, നിങ്ങൾ ഇതിൽ നിന്ന് പിടിവിട്ടേക്കുക. നിങ്ങൾ ഇത് പിടിവിട്ടില്ല എങ്കിൽ ശബരിമല അയ്യപ്പൻ വീണ്ടും നിങ്ങൾക്ക് ഈ പിടിവിടുവിക്കും. കാരണം നിങ്ങൾ ചെയ്യുന്നത് കുലദ്രോഹമാണ്, വലിയ ചതിയാണ്. 1950-ലും ഇതേ ചതി നടന്നിട്ടുണ്ട്. അവിടെ തീ പിടിച്ചപ്പോൾ, അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയും. ശബരിമലയെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്യേണ്ടി വരുന്നു. അത് ചെയ്യുന്നത് മനഃപൂർവ്വമോ റീച്ചിന് വേണ്ടി ഒന്നുമല്ല. ഞാൻ അല്ലാതെ എത്രയോ വിഷയങ്ങൾ ചെയ്ത DA പോലുള്ള സർക്കാരിന്റെ ഉദ്യോഗസ്ഥരെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ മറ്റ് അംഗനവാടികൾ, ആശാ വർക്കേഴ്സ് ഒക്കെ ചെയ്ത എത്രയോ വീഡിയോസ് എനിക്ക് റീച്ചായി. അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല ഹൈപ്പൊക്കെ കിട്ടി, വൈറലായിട്ടുണ്ട്. അതുകൊണ്ട് അതിനു വേണ്ടിയല്ല, പറയാണ്ടിരിക്കാൻ കഴിയില്ല. ഉള്ളതുപോലെ പറയാതിരുന്നാൽ ആരെങ്കിലും പറയണ്ടേ? അതുകൊണ്ട് പറയുന്നു എന്ന് മാത്രം. തീർച്ചയായിട്ടും തന്ത്രി ചെയ്തിട്ടുള്ള തെറ്റുകൾ ഓരോന്നൊന്നൊന്നായി നമ്മൾ പിടിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഏതെങ്കിലും കാരണം ഇത് പോറ്റി കുലത്തിൽ നിന്നാണ് ഇത് തുടങ്ങിയത്, പോറ്റിമാരുടെ രീതിയിൽ നിന്നാണ് ഈ കാര്യങ്ങൾ തുടങ്ങിയത്. അപ്പോൾ തീർച്ചയായും
ഞാൻ പറഞ്ഞല്ലോ പടച്ചോറ് എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ വെക്കുന്ന ഈ പച്ചരി കൊണ്ടുണ്ടാക്കുന്ന ശർക്കര ഇടാൻ പോലും കാണില്ല. ചിലപ്പോൾ ശർക്കര ഇടാൻ പായസം വെച്ചാൽ കുറച്ചേ കാണുള്ളൂ, വളരെ കുറച്ചേ കാണുള്ളൂ. അപ്പോൾ കുറച്ചേ വെക്കാൻ കഴിയുള്ളൂ. അതേസമയം പടച്ചോറ് കുറച്ചുകൂടി കാണും. പച്ചരിയല്ലേ, ആരെങ്കിലും കൊണ്ട് കൊടുക്കുന്ന പച്ചരി, കാണിക്ക വെക്കുന്ന പച്ചരി എടുത്ത്, അല്ലെങ്കിൽ ആരെങ്കിലും കൊടുക്കുന്ന പൈസ എടുത്ത് പച്ചരി വാങ്ങി പടച്ചോറ് വെച്ച് ആ പടച്ചോറിൽ പൂജ നടത്തി ആ പടച്ചോറ് വീട്ടിൽ കൊണ്ടുപോയി ഭാര്യയ്ക്കും മക്കൾക്കും കൊടുത്താൽ ദേവൻ കോപിക്കുമോ, ദേവി കോപിക്കുമോ, അല്ലെങ്കിൽ പ്രതിഷ്ഠ കോപിക്കുമോ എന്ന് കണക്കാക്കി താൻ മാത്രം അല്പം കഴിക്കുകയും, അത് വിശപ്പിന് വേണ്ടിയിട്ടല്ല, ദേവന് കൊടുത്തതിന്റെ ബാക്കി കഴിക്കണമെന്നുള്ള ആചാരമുള്ളത് കൊണ്ട് മാത്രം കുറച്ച് കഴിക്കുകയും ബാക്കി അവിടെ വരുന്ന ഭക്തർക്കെല്ലാം കൊടുക്കുകയും ചെയ്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാതെ വീട്ടിൽ പട്ടിണിയുള്ള എത്രയോ പോറ്റി കുടുംബങ്ങൾ ഉള്ള ഈ കേരളത്തിൽ എനിക്കറിയാം. ഞാൻ ഒരു കഥ പറയാം. ഞാൻ ഒരിക്കൽ നിലമ്പൂരിനടുത്തുള്ള മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്കടുത്തുള്ള ഒരു സ്ഥലത്തൊരു ഇല്ലത്തിൽ സർവേയുമായി പോയി. ഒരുപാട് സർവേകൾ നടത്തുന്ന കൂട്ടത്തിൽ ആ ഇല്ലത്തിലും സർവേക്ക് പോയി. സർവേക്ക് ചെന്നപ്പോൾ നമ്പൂതിരിയും ഭാര്യയും, വേളി കഴിച്ചിട്ടുള്ള ഭാര്യയും മാത്രമേ അവിടെ ഉള്ളൂ. അന്തർജനവും വേറെ ആരുമില്ല. മക്കളൊക്കെ ദൂരെയൊക്കെ പോയി, അവരെല്ലാം ജോലിയൊക്കെ കിട്ടിപ്പോയി. വിശാലമായ ഒരു പറമ്പാണത്. അപ്പോൾ അതിനകത്ത് തൂക്കാനോ വാരാനോ പറമ്പ് ആരും ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള പറമ്പിനകത്തൂടെ വീടും വളരെ പഴയ വീടാണ്. നമ്പൂതിരി വിവരങ്ങളെല്ലാം തന്നതിന് ശേഷം ചോദിച്ചു, ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കണമെന്നും ആഗ്രഹമുണ്ട്. നമ്പൂതിരിയുടെ വീടല്ലേ, അദ്ദേഹം വളരെ സാത്വികനായിരിക്കുന്ന ഒരു മനുഷ്യനല്ലേ. സാത്വികത കൊണ്ടാണ്, അല്ലാതെ ഞാൻ ഹരിജനങ്ങളുടെ വീട്ടിലും പട്ടികവർഗ്ഗക്കാരുടെ വീട്ടിലും എല്ലാവരും വീട്ടിലും പോയി ഭക്ഷണം കഴിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയമല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ എങ്കിലും ഒരു സാത്വിക ജീവിതമൊക്കെ നയിച്ചു പോകുന്ന വളരെ ഒരു വ്യക്തിയല്ലേ. അപ്പോൾ അദ്ദേഹം വളരെ സംസാരിക്കുകയൊക്കെ വളരെ ലളിതമായ സംസാരം. അദ്ദേഹത്തിന് വീട്ടിൽ കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ കഴിക്കാനാണെങ്കിൽ കാവറകും മോരും മാത്രമേ ഉള്ളൂ, അത് കൊടുക്കാമോ എന്നുള്ളതാണ് അന്തർജനത്തിൻ്റെ അകത്തുനിന്നുള്ള ഭാര്യയുടെ സംസാരം. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇവിടെ എല്ലാ ദിവസവും വെക്കുന്ന? എൻ്റെ കൗതുകം കൊണ്ട് ചോദിച്ചതാണ്. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ കാണുന്ന വസ്തുവല്ലാതെ വേറെ ഒന്നുമില്ല. ഭൂപരിഷ്കരണം വന്നപ്പോൾ ഞങ്ങളുടെ എല്ലാ സ്വത്തുക്കളും പോയി. എന്നിട്ട് EMS കുറച്ച് മോശമായിട്ടൊക്കെ പറഞ്ഞു, EMS ഒക്കെയാണ് ഇതൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞു. അത് വേറെ കഥ. പക്ഷെ പറഞ്ഞു വന്നത്, അവിടെ ആ പറമ്പിൽ കിളയ്ക്കാനും വെട്ടാനും ഒന്നും ഈ വയസ്സായവർക്ക് കഴിയുന്നില്ല. ഇവർ അവിടെ ഉണ്ടാകുന്ന തന്നെത്താനെ, അല്ലെങ്കിൽ അവർ കൃഷി ചെയ്തല്ല, അല്ലാതെയൊക്കെ വയ്ക്കുന്ന കുലയ്ക്കുന്ന വാഴക്കൊലയിലെ വാഴയ്ക്ക എടുത്ത് അത് മുറിച്ച് അത് വിഴുക്ക് വരട്ടിയതും മോരുമാണ് കറി. ഞാൻ ചോദിച്ചു, എല്ലാ ദിവസവും മിക്കവാറും അത് തന്നെയാണ്. ഇങ്ങനെ ജീവിക്കുന്ന നമ്പൂതിരിമാരും ഇങ്ങനെ ജീവിക്കുന്ന പോറ്റിമാരും ഇങ്ങനെ ജീവിക്കുന്ന ബ്രാഹ്മണ കുടുംബങ്ങളും ഉണ്ട്. അഗ്രഹാരങ്ങളിൽ പോയാൽ എത്രയോ ബ്രാഹ്മണ കുടുംബങ്ങൾ കുഞ്ഞു ജോലികൾ ചെയ്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കിയും വടയുണ്ടാക്കിയും കൊടുത്തൊക്കെ സ്വാഭിമാനത്തോടുകൂടി ജീവിക്കുന്ന നാടാണ് കേരളം. അങ്ങനെയുള്ള ബ്രാഹ്മണ കുലത്തിൽപ്പെട്ടവർക്കും അങ്ങനെയുള്ള പോറ്റി കുലത്തിൽപ്പെട്ടവർക്കും അങ്ങനെയുള്ള നമ്പൂതിരി കുലത്തിൽപ്പെട്ടവർക്കും അങ്ങനെയുള്ള ആചാര്യ കുലത്തിൽപ്പെട്ടവർക്ക് അവരങ്ങനെ താമസിക്കണമെന്നൊന്നുള്ള അഭിപ്രായക്കാരല്ല ഞാൻ. അവർ പല സാമുദായിക സംവരണം പല കാരണങ്ങൾ വന്നപ്പോൾ അവർ താഴെ പോവുകയും ചെയ്തു. ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു. പക്ഷെ കാലഘട്ടം മാറിയല്ലോ. ഇപ്പോൾ വളരെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അഗ്രഹാരത്തിൽ പാലക്കാട് പോകൂ, തിരുവനന്തപുരത്ത് പോകൂ, ചാലയ്ക്ക് കിഴക്കിക്കോട്ടയ്ക്കകത്തുള്ള അഗ്രഹാരത്തിൽ പോകും. അപ്പോൾ ഇതെല്ലാം ഉണ്ട്. അവിടെയാണ് കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റുന്നൊരു തന്ത്രി ഉണ്ടായി വന്നത്. ആ കുലത്തിൽ നിന്ന് തന്നെയാണ്. കുലത്തിനെയല്ല നമ്മൾ പറയേണ്ടത്, പാഴ്വിത്തുകളെയാണ്. ഏതൊരു ചെടി എടുത്താലും അതിൽ പാഴ്വിത്തുണ്ടാവുമല്ലോ, ജന്മങ്ങൾ ഉണ്ടാവുമല്ലോ. ശശികുമാരവർമ്മ എന്ന് പറഞ്ഞ പന്തളം കൊട്ടാരത്തിലെ ശബരിമല സമര സമയത്ത് വളരെ ആവേശപ്പെട്ട് നിന്ന് സമരത്തിന് നേതൃത്വം കൊടുത്ത ശശികുമാരവർമ്മ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞതായിട്ട് ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു. കുറച്ചു കാലം മുമ്പുള്ള കഥയാണ്. ഈ തന്ത്രി, ഈ രാജീവ് കണ്ഠരരു ശബരിമലയും കൊണ്ടേ പോകൂ, ആർത്തിപ്പണ്ടാരമാണ്. അപ്പൊ ആർത്തിപ്പണ്ടാരമായിട്ടുള്ള ശബരിമല തന്ത്രിയും ആർത്തിപ്പണ്ടാരമായിട്ടുള്ള മന്ത്രിമാരും കൂടി ഇതിനെ നശിപ്പിക്കുമ്പോൾ നമ്മൾ പക്ഷം ചേരരുത്. ഒരു പക്ഷത്തേക്ക് നമ്മൾ മാറുക. കള്ളന്മാർ ഒരു പക്ഷത്ത്, സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നവർ മറ്റൊരു പക്ഷത്ത്. ഇതെനിക്ക് ഇവിടുത്തെ മീഡിയകളോടാണ് പ്രധാനമായി പറയാനുള്ളത്.